ഗൈസ് വെൽക്കം വണക്കം. അപ്പോൾ കഴിഞ്ഞ ദിവസം അപർണ കെ ഷാജി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കുട്ടി, ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്ന്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ബിക്കോസ് ആ വീഡിയോ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയാൻ കാര്യം, ആ വീഡിയോയ്ക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വൺ ലൈൻ ആയിട്ട് പറയണമെങ്കിൽ, ഒരു സിനിമയുടെ വൺ ലൈൻ പോലെ പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. ആ കുട്ടി ഇപ്പം മറ്റൊരാൾക്ക് വോയിസൊക്കെ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അത് എങ്ങനെയാണ് ഞാൻ അഫക്റ്റഡ് ആയെന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വിഷമിച്ച് സങ്കടപ്പെട്ടിട്ടൊക്കെയാണ്. സോ സങ്കടവും വിഷമമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ എന്താ പറയുക, അപർണ കെ ഷാജി എന്ന് പറഞ്ഞ അപ്പൂസ്, അതോടൊപ്പം തന്നെ ക്രൗഡ് എന്തോ കിഡോ എന്ന് പറയുന്ന ഒരു പയ്യൻ, സൂര്യല്ലോ സോറി എന്തായാലും എനിക്ക് പേര് ഞാൻ അത് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് ഇവരുന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരറിയാം. ഇനി എന്തായിരുന്നാലും ഈ രണ്ട് ക്രൗഡ് കിഡോയും ഈ അപർണ കെ ഷാജി രണ്ടുപേരും അവരുടെ പൂർവ്വകാലത്ത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കാൻ പാടില്ല. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് വ്യക്തിപരമാണ്, ആ വിഷയങ്ങളെ നമ്മൾ സംസാരിക്കത്തില്ല. പക്ഷേ ആ വിഷയം അതിനുശേഷം ഇവർ രണ്ടുപേരും രണ്ടായിട്ട് പിരിയുന്നു. സോഷ്യൽ മീഡിയ ബുള്ളിങ് ആ കുട്ടിക്ക് അന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുറേ അധികം നല്ല മനുഷ്യർ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് എന്തിനാണ് എന്തായാലും ഒരു ഇതല്ലേ, റിലേഷൻഷിപ്പ് സ്പോയിലായി കുഴപ്പമില്ല, നീ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടി സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കരമായിട്ട് സജീവമാകുന്നു, ഇൻസ്റ്റാഗ്രാമിനകത്ത് സജീവമാകുന്നു, ആക്റ്റീവായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നല്ല കാര്യം, ഇതിനൊക്കെ നമ്മൾ കൈയടിക്കും. കുട്ടി കരഞ്ഞാലും നമ്മൾ കൈയടിക്കും, കുട്ടി ചിരിച്ചാലും കൈയടിക്കും, കുട്ടി എന്ത് ചെയ്താലും നമ്മൾ കൈയടിക്കും. ബട്ട് വൺ തിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫ്രോഡ് ആൻഡ് ആപ്സ് പ്രൊമോഷൻ. സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യം മറന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങൾ, ആ ഒരു കാര്യത്തിൽ താൻ ഇന്നും തൻ്റെ ജീവിതം വേദനിച്ചുകൊണ്ട് തീർക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും ഒക്കെ ഉള്ള വീഡിയോ ഇടുന്നത്. നിങ്ങൾ കോണ്ടന്റ് എന്ത് ക്രിയേറ്റ് ചെയ്യും? എത്രയോ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് കരയുന്നുണ്ട്. ഈ കരച്ചിലെല്ലാം കണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കരച്ചിലിൻ്റെ യാഥാർത്ഥ്യത്തിനെ കുറിച്ച് അറിയാത്ത ഈ കരച്ചിൽ മറ്റൊരു തരത്തിൽ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ കരച്ചിന് ഭയങ്കര വിലയുണ്ട്. കരച്ചിലിന് ഏറ്റവും കൂടുതൽ വലിയ വിലയുണ്ട്. അതൊന്നും അല്ല അവിടുത്തെ വിഷയം. കുട്ടി കരഞ്ഞതിന് ഞാൻ ചിരിച്ചു എന്നൊക്കെയുള്ളതാണ്, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ വിഷയം ഇതാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു പയ്യനുമായിട്ട് ഇനി എന്താണ് ഗുരുവായൂർ വെച്ചല്ല, വീഗാലാൻഡിൽ വെച്ചല്ല, എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്താലും റീൽ ചെയ്താലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതെൻ്റെ മാറ്ററേ അല്ല. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ബട്ട് നിങ്ങളെ ഒരേ സമയത്ത് നിങ്ങളുടെ ആരാധകരെ അറിയിക്കുന്ന വെച്ചാൽ ഞാൻ ഇപ്പോഴും വേദനിക്കുന്നൊരു കുട്ടിയാണ്, നമ്മുടെ ഈ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര അഫക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ ഒരു സൈഡ് കാണിച്ചിട്ട് മറു സൈഡിൽ കൂടെ നിങ്ങളും ലെവലും രണ്ട് വ്യക്തികളും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ. ഇനി ഈ പ്രോഡക്റ്റ് എന്താണ്, ഈ കുട്ടി സോഷ്യൽ മീഡിയക്കകത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത പ്രോഡക്റ്റ് എന്നുള്ള കാര്യം ആദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കുട്ടിയുടെ മറ്റ് എന്താണ് ഈ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടി എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞതും എന്നെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് വിശദവും വ്യക്തവുമായി നമുക്ക് കടക്കാം. ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എനിക്ക് കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സിൽ വളരെ ഇഷ്ടമുള്ളൊരു ഇൻഫ്ലുവൻസറാണ് എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കയറ്റുന്ന ഒരു ടീമാണ്. നല്ല കിടിലൻ കോണ്ടന്റ് ക്രിയേറ്റർ. അയാളുടെ കുറച്ച് നാളിന് മുമ്പുള്ളൊരു വീഡിയോ, ഈ പറയുന്ന സോക്കോൾഡ് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം, കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ പറ. നിങ്ങളുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നമുക്ക് പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. എന്നാലും അപ്പൂസ് പറ. ERDC24 എന്നൊരു ആപ്പാണ് ഈ പറഞ്ഞ ERDC24 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരുന്നു. ക്യാപ്ച കംപ്ലീറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും ഈ ആപ്പിന് നമ്മൾ ആദ്യം പൈസ കൊടുക്കണം. അധികം പറയണ്ടല്ലോ, ഒരു പക്ക ഫ്രോഡ് ആപ്പ് തന്നെയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവർ 6500 ക്യാപ്ച കംപ്ലീറ്റ് ചെയ്തപ്പോൾ ലഭിച്ചത് 325 രൂപയാണ്. അതും വാലറ്റിലാണ്. ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ 6500 രൂപ എത്തണം വാലറ്റിൽ. ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 6500 രൂപ എത്തണമെങ്കിൽ 1,30,000 ക്യാപ്ച ചെയ്യണം. ഇനി അഥവാ 6500 രൂപ എത്തിയാൽ തന്നെ വിഡ്രോ ചെയ്യണതിന് മുന്നേ ഈ കമ്പനി ആ പൈസ പിടിക്കും. പണം ഓടാനും കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. അല്ല, ഇതെന്തിനാ ഇവിടെ പറയുന്നത്? ഗാംബ്ലിംഗ് പ്രൊമോട്ട് ചെയ്ത് ശീലമായി പോയല്ലോ അല്ലേ. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജസ്റ്റ് പുറത്തു പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. എനിവേസ്, ERDC24 നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടില്ല, പൈസ പോവത്തേ ഉള്ളൂ. ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് പൈസ കിട്ടിയാൽ എന്തും വിളിച്ചു പറയും. വിശ്വസിക്കരുത്, പോകുന്ന പൈസ നിങ്ങളുടെയാണ്. ഈ പുള്ളിയുടെ വീഡിയോ, ഇത് ഞാൻ ചെയ്ത വീഡിയോ അല്ല. ഇപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇതടക്കം, ഇപ്പോൾ കഴിഞ്ഞ രാജ ആപ്പടക്കം ഇതുപോലത്തെ നിരവധി ഫ്രോഡ് ആപ്പുകൾ ഈ സമൂഹത്തിൻ്റെ അകത്ത് പുതിയ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഇട്ടുകൊടുത്ത് അതിനെ വെച്ച് തിന്നുന്ന ടീമാണ്. ഞാനിപ്പോഴും സ്റ്റിൽ ഞാൻ പറയും, അതിലെനിക്ക് 0 ഇമോഷണൽ സപ്പോർട്ട് മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഒരു തരത്തിലും
ഒരു 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 എന്താണ് ഒരു ചെറിയൊരു നയാ പൈസയുടെ സപ്പോർട്ട് തരാൻ എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ ഈവിൾ പരിപാടിയാണ്, സാമൂഹിക ദ്രോഹ പരിപാടിയാണ്. ആ പരിപാടിയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിനെക്കുറിച്ചൊക്കെ കുട്ടി പറയുന്നുണ്ട്. ഇതിന് എല്ലാവർക്കും ഈ ഒരു സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഇത് രാജ ആപ്പ്, ഇങ്ങനെ അടക്കം നിരവധി അനവധി ആപ്പ് പ്രൊമോട്ട് ചെയ്ത പുള്ളിക്കാരിയുടെ അടുത്ത വിഷമം നമുക്ക് കാണാം. ഈ അപർണ കെ ഷാജി ഇനി എന്ത് കരഞ്ഞാലും എന്ത് നിലവിളിച്ചാലും നിങ്ങൾ ഒന്നാവുകയോ, നിങ്ങൾ ഒരുമിച്ച് റൂമെടുത്ത് താമസിക്കുകയോ, നിങ്ങൾ എന്താണ് ഫോറം മാളിൽ പോവുകയോ, ലുലു മാളിൽ പോവുകയോ, ഹൈലൈറ്റ് മാളിൽ പോയി എവിടെ വേണോ പൊക്കോ, നിങ്ങൾ ഒരുമിച്ച് നടന്നോ, ഒരുമിച്ച് വീഡിയോ ചെയ്തോ, റീൽ ചെയ്തോ, പോസ്റ്റ് ചെയ്തോ, ആർക്കാ പ്രശ്നം? ഒരേ സമയത്ത് രണ്ടുപേരും രണ്ട് സൈഡിൽ കടന്നുകൊണ്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ആണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? വെല്ലുവിളിയൊന്നല്ല, ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ വാളിലിടാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സൊക്കെയാണ്, ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്, ഈ ഗുരുവായൂരുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും വാളിലിട്, ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഇടുമെങ്കിൽ ആ സമയം മുതൽ നിങ്ങളുടെ വ്യൂവർഷിപ്പും നിങ്ങൾ ഈ പറഞ്ഞ് കാണുന്ന ആൾക്കാരും ഇതെല്ലാം കളഞ്ഞിട്ട് പോകും. ഒരു സൈഡിൽ ഇതൊന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലൈൻഡായിട്ട് ഇവരെ ഫാൻസായിട്ട് നടക്കുന്നുണ്ട്. പാവം കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, പാവം കുട്ടിയായിരിക്കാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ. ഞാനിപ്പോഴും പറയുന്നു, സാമൂഹികമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന് മാത്രമേ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തികളെയും, നിങ്ങളെന്നല്ല ഒരു വ്യക്തികളെയും ഞാൻ അതിനകത്ത് എന്താ പറയുക അവർക്കൊരു മോശം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തുമില്ല, അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തുമില്ല. ഓക്കെ, ഇനി നമുക്ക് ആ വിഷയത്തിലേക്കും ആ വീഡിയോയിലേക്ക് എന്നെക്കുറിച്ച് പറയുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ സാത്താൻ, പുള്ളിയുടെ പേര് സൂര്യ ആകുന്നതാണ്. ഓക്കെ, ശിവയോ ശിവ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനലിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞേക്കുന്ന സംഭവത്തിൻ്റെ ആ ഭാഗങ്ങൾ മാത്രം എടുക്കും, ഒരുപാട് വലിയ വീഡിയോ ആണ്. അപ്പോൾ എന്നെക്കുറിച്ച് ആ പറഞ്ഞേക്കുന്ന സംഭവത്തിൻ്റെ ആ വോയിസ് മാത്രം നമുക്കെടുത്ത് പ്ലേ ചെയ്യാം, എന്താ ഉദ്ദേശിക്കുന്നത് വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു സീനും അല്ലെങ്കിൽ ഈ ഒരു ഷർട്ടിന്റെ സീനും കാര്യങ്ങളൊക്കെ അപ്പൂസ് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും, അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചിക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾക്ക് പോയാൽ പറ്റും. അതുപോലെ തന്നെ ഗുരുവായൂർ പോയത് ഒരു ഫംഗ്ഷൻ്റെ ബേസിലാണ്. അങ്ങനെ പോയി, അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എവിടെ പോയാലും നമ്മൾ എന്താ പറഞ്ഞു കേട്ടോ, അപ്പോൾ ആ വാക്ക് കേട്ടോ, ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എന്തായാലും എവിടെ പോയാലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുള്ളൂ, വീഡിയോസ് ഒക്കെ എടുക്കുന്നുള്ള. ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ആ ബോധം, ആ വാക്കിൻ്റെ വാല്യൂ അത് മനസ്സിലാക്കണം. വാട്ട് ഈസ് ഇൻഫ്ലുവൻസർ? നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നെങ്കിൽ ആ ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്, അതാണ് ഇൻഫ്ലുവൻസർ. അങ്ങനെ ഇൻഫ്ലുവൻസർ ആയിരിക്കവേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗാംബ്ലിംഗ്, അതുപോലെ തന്നെ ഇതുപോലുള്ള മണി ലോണ്ടറിങ് ആപ്പുകൾ, ഇതെല്ലാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് രൂപ അതിൽ നിന്ന് കൈപ്പറ്റുന്നു. എന്നിട്ട് നിങ്ങളുടെ രണ്ട് സൈഡിൽ രണ്ടുപേരും രണ്ട് ചാനലിൽ രണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിലുകളിൽ കൂടെയും നിങ്ങൾ സ്വന്തമായിട്ട് ഭയങ്കര എന്താ പറയുക ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ കാര്യത്തിനോട് ആര് വിളിക്കുന്നു? പക്ഷേ നിങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ഇവരുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ബട്ട് നമ്മൾ ഇതുപോലത്തെ ഗാംബ്ലിംഗ് ആപ്പ്, ഇമോഷൻസ് ഒരു സൈഡിൽ കൂടെ ആൾക്കാരെ പറ്റിക്കുകയും ഇമോഷണലി പറ്റിക്കുകയും, അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ ക്രൈം. ഈ ക്രൈമിന് അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്. മോളെ എന്ന് വിളിക്കുന്നില്ല. ഓക്കെ, എനിവേ എന്തായാലും മോളെ പ്രായം തന്നെയൊക്കെ വരുവുള്ളായിരിക്കും. എനിവേ അപ്പൂസില്ലേ, അപ്പൂസും തന്നെ വിളിക്കാം, അനിയത്തി എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, കാരണം അത് വേണ്ട. ഓക്കെ, അപ്പോൾ കുട്ടി മനസ്സിലാക്കേണ്ടത്, ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആൾക്കാരിൽ പുതിയ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം കുത്തി നിറച്ചുകൊണ്ട് ആൾക്കാരുടെ പൈസ തട്ടാൻ വേണ്ടിയിട്ട് നീയൊക്കെ ചെയ്യുന്ന പരിപാടിക്കെതിരെയാണ് ഞാനിട്ട വീഡിയോ. അതിന് സീറോ റിഗ്രറ്റ് ആണ്. ഇനി ഇപ്പം ആ ഗാംബ്ലിംഗ് ആപ്പുകളുടെ എല്ലാ സാധനം പ്രൊഫൈലിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയല്ലോ. ഈ വീഡിയോ ഇതിനകത്ത് പറയുന്നുണ്ട് എടുത്ത് മാറ്റിയത്. എങ്ങനെ മാറ്റി? ഇപ്പോൾ കേരള പോലീസ് പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ എണ്ണത്തിൻ്റെ ചാനൽ അടിച്ചു പോയി. ആദ്യം കാണിച്ച് ഫസ്മിനയുടെ ചാനലിൽ പോയി, അതോടൊപ്പം തന്നെ മറ്റേ മല്ലു ഫാമിലി സുജിൻ്റെ ചാനലിൽ പോയി, ഇൻസ്റ്റഗ്രാം പേജുകൾ, അവരുടെ പേജുകൾ പോയി. എന്താ കാര്യം? അതിനകത്ത് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഫ്രോഡൻ്റ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് ആ ഒരു സാധനങ്ങളുടെ എല്ലാം പോയി. അതുകൊണ്ട് ഇവരുടെ അത് പോവാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കി. മനസ്സിലാവോ? അതാണ് സംഭവം. നിങ്ങൾ ഈ പരിപാടി ചെയ്യാതിരുന്നാൽ മതി, നിങ്ങൾ ഈ പറഞ്ഞ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാതിരുന്നാൽ മതി. ആ പ്രൊമോഷൻ നടത്തുന്നത് കൊണ്ടാണ് വിമർശിക്കുന്നത്. അതല്ലാതെ നിങ്ങളിരുന്ന സംഭവത്തിൻ്റെ പുറകിൽ നിന്ന് ആരും വരത്തില്ല. ആരും വരാൻ പോകുന്നു? നിങ്ങൾ എന്തോ ചെയ്യും, നിങ്ങൾ കരയോ ചിരിക്കോ കൂട്ടക്കരച്ചിൽ നടത്ത്, നോ ഇഷ്യൂസ്. സംഭവം മനസ്സിലായല്ലോ? ഗുരുവായൂർ അമ്പലത്തിലെ സംഭവം അല്ലെങ്കിൽ ആ ഒരു ഷർട്ട് ഇട്ടുള്ള സെയിം പ്ലേസും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അവർ ഒരു കോമൺ ഫ്രണ്ട് കാരണമാണ് അവർ പിന്നീട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമൺ ഫ്രണ്ട് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ പോയിക്കുന്നു എന്നെ. പിന്നെ അവൻ്റെ ഷർട്ട് ഞാൻ എന്താ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് PH ആയിട്ടിരുന്ന കാരണം
അവന്മാർ എന്നെ ഇങ്ങനെ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് മീൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ കെട്ടിയതാണ് ആ ഒരു ഷർട്ട്. അതൊക്കെ ഇത്ര ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ആ ഒരു ഷർട്ടിന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയിരുന്നു. ഷോ സം റെസ്പെക്ട്. അതുപോലെ എൻ്റെ പൊന്നു ബ്രോ, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകും. ഈ പീരീഡ്സ് ആവുന്ന കുട്ടി, അതായത് കൈ ഈ മറ്റേ ഉടുപ്പ് ഇട്ടേക്കുന്ന സംഭവം, ഇതെങ്ങനെ പീരീഡ്സുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ആവും? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് പീരീഡ്സിന് സംഭവം? ഇത് ഗുരുവായൂർ വെച്ചിട്ടുള്ള കാര്യമായിട്ടാണ് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഈ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ പോവുമോ? ഗുരുവായൂർ അമ്പലം അല്ല, ഇനി മറ്റെവിടെയെങ്കിലും വെച്ചുള്ള റീലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം ഈ ഗുരുവായൂർ. അറിയില്ല. ഞാൻ മെൻസ്ട്രേഷൻ ആ ഒരു സംഭവത്തിന് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അമ്പലത്തിൽ പോകാൻ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇനിയും കാലം മാറി തുടങ്ങുന്നൊരു മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഇവിടെ ആ കുട്ടി അത് പീരീഡ്സ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ബാക്കി കേൾക്കാം. ഇനി എന്താ അടുത്തത്? അത് ഷർട്ടല്ല, അത് ഓവർകോട്ടാ, മനസ്സിലായോ? അപ്പോ മീൻസ് വേറെ ഷർട്ട് ഉണ്ട്. ഇല്ല, വേറെ ഷർട്ട് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. മീൻസ് ഇവൻ ഇട്ടത് ഒരു ബനിയൻ്റെ പൊക്കത്തുഴിയുള്ളൊരു ഓവർകോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് എടുത്തു, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്തോ ഓവർകോട്ടിൻ്റെ ഷർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഏത് സംഭവമാണെന്ന് ഇത് സംഭവം ഓൾറെഡി ഇത് വേറെ യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിൻ്റെ അകത്ത് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ മെൻസ്ട്രേഷൻ്റെ കാര്യമൊക്കെ പറയുന്നു, ഷർട്ടിൻ്റെ കാര്യം പറയുന്നു, അത് കെട്ടിയിരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള സാധനം എൻ്റെ വീഡിയോക്കകത്ത് ഉപയോഗിച്ചിട്ടില്ല. ആൾക്കാർ പറയുന്നതിന് മറുപടി ആയിരിക്കും കൊടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇതിനകത്തില്ല. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വന്നപ്പോൾ കണ്ടു, അങ്ങനെ സംസാരിച്ചു, അല്ലാണ്ട് വേറെ ഫ്രണ്ട്സ്. ഓക്കെ, അങ്ങനത്തെ ഒരു രീതിയാണ്. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും എല്ലാവരും പറയുന്ന പോലെ റിലേഷൻ, എല്ലാവരെയും പറ്റിച്ചു, എന്തുവാ വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കി, അങ്ങനെയൊന്നും ഇല്ല. അവർ പറയുന്നത് ഞാൻ ഇപ്പോഴും കുട്ടി, നിങ്ങളിത് കാണുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിരിക്കുകയോ പാർട്ട്നേഴ്സായിട്ടിരിക്കുകയോ നിങ്ങൾ ഈ ലോകം മൊത്തം ചുറ്റുകയോ എന്ത് വേണോ ചെയ്യും. പറ്റുവാണെങ്കിൽ ഇലോൺ മസ്കിൻ്റെ കൂടെ പോയിട്ട് നിങ്ങൾ സ്പേസ് എക്സ് റോക്കറ്റിൽ നിങ്ങൾ വേണമെങ്കിൽ ചൊവ്വയിൽ പൊക്കോ. ഇതിനൊക്കെ ആരെന്ത് തടസ്സം നിൽക്കുന്നു? അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. അത് ഞാനും ഈ സമൂഹമല്ല അനുവദിച്ചു തരുന്നത്, അത് ഇവിടുത്തെ ഭരണഘടന അനുവദിച്ചു തരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ എന്താ പറയുക, ആ ഒരു സംഭവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നമുള്ളത് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തോ ചെയ്യും. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഒരുമിച്ച് തന്നെ വീഡിയോ അത് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ കിടന്ന് കളിച്ചിട്ട് നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ആൾക്കാരുടെ ബ്രേക്കപ്പും അത് കാരണം അഫക്റ്റഡ് ആയെന്നുള്ള കാര്യം തോന്നിപ്പിക്കുന്നു. ആ തോന്നിപ്പിക്കൽ എന്നുള്ളൊരു സാധനം ഫാക്റ്റാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ആ ഒരു ഫോളോവേഴ്സ് മനസ്സിലാക്കട്ടെ, ആ ഒരു സംഭവം മനസ്സിലാക്കട്ടെ, അവരും കൂടെ അറിയട്ടെ. ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്താ കുഴപ്പം, ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടു, പരിചയപ്പെട്ടു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി, അവർ മനസ്സിലാക്കട്ടെ. പക്ഷേ എൻ്റെ പ്രശ്നം ഇതുമല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, ബട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് ഏറ്റവും വലിയ ഫ്രോഡായിട്ടുള്ള ആപ്പുകളാണ്. അതല്ല എന്ന് പറയാൻ പറ്റുമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് എങ്ങനെ പൊക്കോ, ആർക്ക് എന്ത് പ്രശ്നം, അതൊക്കെ നിങ്ങളുടെ പ്രശ്നം. ഇന്റർവ്യൂവിൻ്റെ രാവിലെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. എനിക്കന്ന് മീൻസ് റെഡി ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കൂടെ പുള്ളി ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്, അല്ലാണ്ട് പിറ്റേന്നൊന്നും ഞാൻ പോയിട്ടില്ല. കേട്ടല്ലോ, ഈ പുള്ളി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധവും കമ്മ്യൂണിക്കേഷനും ഉണ്ടെന്നുള്ള കാര്യമാണ് പറയാതെ പറഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഇനി അവരെന്നെ കമൻറ്റ് ബോക്സിൽ തിരുത്തട്ടെ. ഇനി എന്താണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ എങ്ങനെ വേണോ പൊക്കോ, അത് ആരും ബാധിക്കുന്നില്ല. നിങ്ങൾ ഈ ആൾക്കാരുടെ കബളിപ്പിച്ചുകൊണ്ട് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരേ സമയത്ത് ഇരുന്ന് കരഞ്ഞ് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തുണ്ട് ഏറ്റവും വലിയ മൊമെന്റ് എന്താ കുട്ടി? നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ബ്രേക്കപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ആ കാരണക്കാരൻ എന്ന് പറയുന്നതും അന്ന് പുറത്തേക്ക് വന്ന വോയിസിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങളെല്ലാം കേട്ട ആളാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നത് ഓക്കെ, അതൊക്കെ പാസ്റ്റ്, ഒരാളുടെ പാസ്റ്റിനെ എടുത്തു വെച്ചുകൊണ്ട് പിന്നെ ഫ്യൂച്ചറിലൊന്നും സംസാരിക്കുക എനിക്ക് താല്പര്യമൊന്നുമില്ല. അതിന് ആര് ചെയ്തെങ്കിലും ഞാനത് എതിർക്കുക തന്നെ ചെയ്യും. അത് ആരും ചെയ്യാൻ പാടില്ല. അത് പേഴ്സണൽ മാറ്റർ ആണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. ബട്ട് ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഒരു പുലബന്ധമില്ലാത്ത രീതിയിലേക്കുള്ള നിങ്ങൾ പബ്ലിക് എന്തിന് നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യണം? അപ്പോൾ നമ്മളൊരു കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കിട്ടാൻ പോരെ, നമ്മളൊരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നത്, നമ്മളൊരു കുഴപ്പമൊന്നുമില്ല, സ്റ്റോറിയും കിട്ടേക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടേക്കണം, ഓക്കെ, അതവിടെ കഴിയും. രണ്ടാമത് നിങ്ങൾ അതിന് ശേഷവും വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അപ്പം നിങ്ങൾ തമ്മിൽ രണ്ടൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാടെ നീക്ക് വന്നിരുന്ന് കരയണമെന്ന് ചോദിക്കും. അത് കോണ്ടന്റ് ആണെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്കിന് ഇങ്ങനെയുള്ള ഫ്രോഡ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല.
അതാ പ്രശ്നം. ഇതാണ് നമുക്കുള്ള മറുപടി. വീഡിയോ കണ്ടിട്ട് പുള്ളി എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, എന്നെക്കാളും കൂടുതൽ വീഡിയോസ് ഇട്ടവരുണ്ട്, മനസ്സിലായോ? ഇത് എന്തിനെ കുറിച്ചാണ്? ഈ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്നെക്കാട്ടി കൂടുതൽ ആൾക്കാർ. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും അയാൾ കൊലയാളിയാണ്. ഓക്കെ, കൊല ചെയ്യുന്നവനും കൊലയ്ക്ക് കൂട്ടു നിൽക്കുന്നവനും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ഒന്നല്ലേ ചെയ്തുള്ളൂ, അവർ കുറേ ചെയ്തില്ലേ എന്നുള്ളൊരു ചോദ്യമൊന്നും ഇവിടെ ഒരിക്കലും മാറ്റർ അല്ല. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അവിടെയാണ് ആ ഒരു സംഭവം. അല്ലാതെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ പറഞ്ഞ ഫ്രോഡ് ആപ്പുകൾ. ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ചങ്കൂറ്റവും ചങ്കുറപ്പും ഉണ്ടോ? ഇനി മേലിൽ ഞാൻ ഒരിക്കലും ഈ ഫ്രോഡ് ആപ്പുകൾ എന്നുള്ള സാധനം ഇനി മേലാൽ ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് ഒരു സ്റ്റോറി ഇടാൻ പറ്റുമോ? ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതിനുള്ള ധൈര്യം ഉണ്ടോ? രണ്ടുപേർക്കും. ഞാൻ എന്നിട്ട് അത് റിമൂവ് വരെയാക്കി. അയ്യോ എന്നിട്ട് റിമൂവ് ആക്കി. അപ്പൊ ബെറ്റിംഗ് ആപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ആ ആപ്പ് ബയോ നിന്ന് റിമൂവ് ആക്കിയതിനെ കുറിച്ച് എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഇന്നലെ വന്നു. അത് ഈ എസ് അഭിജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ചാനലിനകത്ത് ആ സാധനത്തിനെ കുറിച്ചുണ്ട്. എന്താണെന്നുള്ള കാര്യം അറിയാമോ? ഈ ആപ്പുകൾ കാരണം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഈ ബയോ, അതായത് അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജുകളെ ടെർമിനേറ്റ് ചെയ്യുകയാണ്, ഡിലീറ്റ് ആയി പോവുകയാണ്. അങ്ങനെ മല്ലു ഫാമിലി സുജിന്റെ അക്കൗണ്ട് പോയി. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾക്ക് അത് കണ്ടാൽ ഐഡിയ കിട്ടുള്ളൂ. ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ബ്രോ, ഇതെന്താ സംഭവം? എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ്? നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപോരാട്ടം അതിന്റെ 2ാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നത്. അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെയൊക്കെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അതെന്താണ് ബ്രോ? ഈ ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും, എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കണം, വീഡിയോ മാത്രമല്ല പോവുക, അക്കൗണ്ടും പോകും. അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും? തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ്. നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനോ ജിയാസ് ബ്രോയോ 1-2 പേരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത്. ഒരുപാട് പേരുടെ ലക്ഷക്കണക്കിന് രൂപ ഈ പറഞ്ഞ ഗാംബ്ലിംഗ് ആപ്പുകളിലൂടെ പോകുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഈ അമല കെ ഷാജി, ഈ പുള്ളിക്കാരത്തി. എന്നിട്ടാണ് അമലയല്ലല്ലോ, സോറി, അപർണ കെ ഷാജി. പേര് മാറിപ്പോയിട്ട് ഇനി ആരും വേറെ ആൾക്കാരെ പോയി പൊങ്കാലിടരുത്. അപർണ കെ ഷാജി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് കണ്ടന്റിന് വേണ്ടിട്ട് ഇടുന്നതാണ്. അതിന് പുള്ളി കടന്ന് കളിയാക്കുന്ന എന്തിനാന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രാമ എന്ത് ഡ്രാമയെന്നാണ് പുള്ളി പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഡ്രാമ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ അകത്തില്ല. പുള്ളി അങ്ങ് ഇല്ലാണ്ടാക്കും അതിൻ്റെ അകത്തിട്ട്. ഞങ്ങളുടെ എന്തോ വലിയ കള്ളത്തരം കണ്ടുപിടിച്ച കണക്കിനാണ് ആരെയോ വീഡിയോക്കകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതിന് പുള്ളി കിടന്നങ്ങ് ഇതാക്കുമോ. ഞങ്ങളതിൻ്റെ അകത്ത് ഒരുമിച്ച് പോലും അല്ല നിൽക്കുന്നത്, മനസ്സിലായോ? എന്റെ പൊന്നെ, ഇതെല്ലാം കാണുമ്പോ ചിരിയാ വരുന്നത്. ഇതിനകത്താണെങ്കിൽ ഇത് ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഇവരെന്തിനെ കുറിച്ചാ പറയുന്നത്? പുള്ളിക്ക് പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതല്ല എല്ലാവർക്കും ഒരേ പെർസ്പെക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരൊറ്റ ചാനൽ പോരെ, എല്ലാവർക്കും സെപ്പറേറ്റ് ചാനൽ വേണ്ടല്ലോ. അതേപോലെ തന്നെ ശരത്തേട്ടന്റെ പെർസ്പെക്റ്റീവ് ആണ് പുള്ളി തന്റെ ചാനലിലൂടെ സംസാരിക്കുന്നത്. ഓക്കെ, പുള്ളിയുടെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം അതിനെ കുറിച്ചിട്ട് ആ ഒരു പുള്ളിയുടെ വീഡിയോക്കകത്ത് ഇതുപോലാണെങ്കിൽ ഇപ്പം ഈ കുട്ടിയുടെ ആണെങ്കിൽ വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അതിനൊരു മറുപടി ആയിട്ട് ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് ഇങ്ങനെ സെന്റ് വീഡിയോസ് ഒക്കെ ഇടുന്നു, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ ഇത്തരം കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഇത്തരം കമന്റ്സിനൊക്കെ ആയിട്ട് ഒരു മറുപടി എന്നുള്ള കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ സംഭവം ഞാൻ ഗാംബ്ലിംഗ് ആണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരെ പറഞ്ഞത് പിന്നീട് രണ്ടാമതാണ് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞ സെന്റി വീഡിയോയുടെ കാര്യത്തിനാണ് മറുപടി പറഞ്ഞേക്കുന്നത്, റിമൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഞാൻ സെന്റി വീഡിയോയുടെ കാര്യം മാത്രമല്ല പറഞ്ഞേക്കുന്നത്. സെന്റി വീഡിയോ എന്നുള്ളതിലൂടെ നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ പൊതുജനങ്ങളോടും ഈ പറഞ്ഞ ആൾക്കാരോടും വരുത്തി വെച്ചതിന് ശേഷം ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ, ബാക്കി നമുക്ക് കണ്ടതാ. അപ്പോൾ ഈ ഒരു ആ സാധനം വർക്കൗട്ട് ചെയ്ത് ആൾക്കാരിൽ ഇമോഷണൽ കണക്ഷൻ കൊടുക്കുകയും അതിലൂടെ നിങ്ങൾ ഗാംബ്ലിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ നടത്തുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്. ആ പോയിന്റിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ അപ്പോസ് വീണ്ടും ഈ പുള്ളിക്കാരനിൽ അതിനുള്ള വോയിസ് കൊടുത്തേക്കാം.
അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കൊടുത്തേക്കുക. ഞാനത് രണ്ടാമതൊന്ന് റിയാക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. അതല്ല, ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ഉടായ്പ ആപ്ലിക്കേഷൻസ് ഇനി പ്രൊമോട്ട് ചെയ്യത്തില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ആൾക്കാരെ ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ചതിക്കുഴി ഇമാതിരി ഫ്രോഡന്റ് ആപ്ലിക്കേഷനിൽ മേലാൽ ചെയ്യത്തില്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഈ ആപ്ലിക്കേഷന്റെ ഈ ബയോയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടേണ്ട കാരണം എന്ത്? നിങ്ങളും ആ പുള്ളിക്കാരനുമായിട്ടുള്ള കണക്ഷൻസും ബന്ധങ്ങളും ഈ പേഴ്സണൽ മാറ്ററും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയണമെന്നുള്ള യാതൊരു നിർബന്ധവും എനിക്കില്ല. അത് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയാതിരിക്കാം. ദാറ്റ്സ് യുവർ റൈറ്റ്, യുവർ ഫ്രീഡം. അപ്പൊ പറഞ്ഞ കാര്യം അതിനല്ല മറുപടി പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഞാൻ ആകപ്പാടെ പറഞ്ഞേക്കുന്ന ആ ഒരു സാധനം, അതായത് ആൾക്കാരെ ഇമോഷണൽ മറ്റേ ഫസ്മിന എന്നുള്ള പുള്ളിക്കാരത്തി ഇതുവരെ കരച്ചില്ല, അതും കരഞ്ഞിരുന്നിട്ട് ആ സംഭവത്തിൻ്റെ അകത്ത് നിന്ന് പുള്ളിക്കാരത്തെയും കുറേ അധികം ഇതേപോലുള്ള ഫ്രോഡ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നു. അല്ല, നിങ്ങൾ എന്ത് തരത്തിൽ ഇൻഫ്ലുവൻസ് ആണ് ഈ പറഞ്ഞ കരഞ്ഞതിലൂടെ നിങ്ങൾ കൊടുക്കുന്നത്? അതൊരു കോണ്ടന്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, ആയിക്കോട്ടെ, ഒരുപാട് ഇമോഷൻസ് ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കരഞ്ഞെന്ന് വരാം. സോ അതെല്ലാം സമ്മതിക്കാം. ബട്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പണം നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? അവരുടെ ജീവൻ ആപത്തുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുമോ? നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പറഞ്ഞ് ബാഡായിട്ട് മറ്റുള്ളവരെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഈ പരിപാടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. സ്പെസിഫിക്കലി ആ വീഡിയോയിലും വ്യക്തമാണ്, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അല്ലാതെ കരച്ചിൽ വീഡിയോ മറ്റുള്ളവർ കുറേ പേര് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതാ ഒന്നോ രണ്ടേ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 100 വീഡിയോ കരഞ്ഞോ, അല്ലെങ്കിൽ ഇനിയുള്ള മുഴുവൻ വീഡിയോസ് കരയുന്നതായിക്കോട്ടെ, നോ ഇഷ്യൂസ്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ ഈ കരയുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇതൊക്കെ കാണിച്ചിട്ട് ആൾക്കാരോടുത്ത് ഭയങ്കരമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ബ്രേക്കപ്പ് ആയി, എൻ്റെ പഴയ കാലം മറ്റത് മറിച്ച്, അയാളും പറയുന്നത് ബ്രേക്കപ്പ് പഴയ കാലം മറ്റത് മറിച്ചത്, രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ കരഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ഈ സംഭവത്തിന്റെ നിങ്ങൾ ഒളിച്ചു വയ്ക്കുകയോ പരസ്യമാക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇതിലൂടെ നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അതിനെക്കുറിച്ചാ പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടോ? അതിനെക്കുറിച്ച് മറുപടി പറയും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും, നമുക്ക് ബാക്കി സംസാരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനെയുള്ള ഉടായ്പ കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരുണ്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.